പകുതി വിലക്ക് സാധനം കിട്ടുമെന്ന് പറഞ്ഞാൽ ആരാ പോവാത്തത്? ഇപ്പം നമ്മുടെ സൂപ്പർ മാളുകളിലൊക്കെ 50% ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ പാതിരാത്രി വരെ തലക്കടിച്ച് പോകുന്നത് നമ്മൾ തന്നെയല്ലേ? കേരളം മുഴുവനും ചർച്ച ചെയ്യുന്ന ഒരു കേസുണ്ട്, ഒരു സാറിൻ്റെ തട്ടിപ്പിൻ്റെ കഥ. അനന്തകൃഷ്ണൻ സാറ് എന്തല്ലേ? അനന്തകൃഷ്ണൻ സാറ് തൊടുപുഴക്കാരനാണ്. ഈ ചെറിയ പ്രായത്തിൽ തന്നെ തട്ടിപ്പിൻ്റെ ഏറ്റവും നല്ലൊരു മേഖല കീഴടക്കി കളഞ്ഞു. ഈ തട്ടിപ്പിന് കൂടെ നിന്നതൊക്കെ വലിയ വലിയ സാറന്മാരും. ഈ കഴിഞ്ഞിടക്ക് നമ്മൾ ഈ റോഡുകളിലൂടെ പോകുമ്പോൾ കാണാമായിരുന്നു കുറേ ബാനറുകളും ബോർഡുകളും ഒക്കെ. ഇതിലൊക്കെ ഈ അനന്തകൃഷ്ണൻ സാറും കുറേ സാറുമാരും കൂടി നിൽക്കുന്ന ഫോട്ടോകളായിരുന്നു നമ്മൾ കണ്ടതല്ലേ? ഇതിൽ ഈ സാറുമാരൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ടാണ് അനന്തകൃഷ്ണൻ സാറിൻ്റെ കൂടെ നിന്നതെന്ന് നിങ്ങൾ ചോദിക്കരുത്. ഇതിൽ പ്രൊമോട്ടർമാരായിട്ട് വന്നേക്കണ കുറേ വനിതകളൊക്കെ ഉണ്ട്. ഇപ്പോൾ കുറേ ചേട്ടന്മാരുടെ വീഡിയോകളൊക്കെ നമ്മൾ കണ്ട്. അവരൊക്കെ ഇതിൽ പെട്ടുപോയ ആളുകളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിൻ്റെ വേരുകൾ, അടിവേരുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഉന്നതന്മാരുടെ കയ്യിലിരിക്കുകയാണ്. ഈ ചെറിയ പ്രായത്തിൽ 24-26 വയസ്സായിട്ടേ ഉള്ളൂ ഈ അനന്തകൃഷ്ണൻ സാറിന്. ഈ സാറിൻ്റെ കയ്യിലേക്ക് കൂടാനുകൂടി രൂപകൾ 300-400 കോടി രൂപയൊക്കെയാണ് എത്തിയിട്ടുള്ളത്. അതിശയമല്ലേ? ഇത്രയും കാശൊക്കെ പാവപ്പെട്ട ജനങ്ങളെ പറ്റിച്ച് കൊണ്ടുപോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണിയെടുത്താൽ ഒരിക്കലും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ പിന്നെ പറ്റിക്കലാണ്. ഈ അനന്തകൃഷ്ണൻ സാറ് കുറേ നാൾ മുമ്പേ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു വന്നിരുന്ന ഒരാളാണ്. ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ കുറേ നാൾ കഴിഞ്ഞിട്ട് ഇതേപോലത്തെ തട്ടിപ്പ് നടത്താമെന്ന് അന്ന് തന്നെ ഈ സാറ് തീരുമാനിച്ചിട്ടുണ്ടായിരിക്കണം അല്ലേ? അങ്ങനെ ആയിരിക്കുള്ളൂ. പുനരുദ്ധി കൊണ്ടുവന്ന് കുറേ തെളിവൊക്കെ എടുത്തിട്ട് കുറച്ച് മുമ്പ് പോലീസുകാർ എന്നെ തിരിച്ചു കൊണ്ടുപോയി. ഇതേപോലെ കേരളത്തിൻ്റെ ഗ്രാമാന്തരങ്ങളിൽ കൂടുതൽ ഈ ഗ്രാമങ്ങളിലേക്കാണ് പുള്ളി ശ്രദ്ധിച്ചേക്കണമെന്ന് എനിക്ക് തോന്നുന്നു. പറൂര് കഴിഞ്ഞ ദിവസം കണ്ടില്ലേ? പറൂര് പോലീസ് സ്റ്റേഷന് മുമ്പിലൊക്കെ ജനങ്ങളുടെ ഒരു പ്രവാഹം. ഇവരെല്ലാവരും പൈസ അടച്ചിട്ടുണ്ട്. സംഘടനയിൽ ചേരണമെങ്കിൽ 320 രൂപ കൊടുക്കണമെന്നാണ് പറയണ കേട്ടത്. 320 രൂപ കൊടുത്ത് നമ്മളിതിന് ചേർന്നിട്ട് ഏത് കമ്പനിയുടെ ഏത് വണ്ടിയാണെന്നൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാം. കളർ വരെ സെലക്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ 60,000 രൂപ ഒരു പറഞ്ഞ സമയത്തുള്ളിൽ അടക്കണം. 1,20,000 രൂപയുടെ വണ്ടിയുടെ കാര്യമാണേ. 60,000 രൂപ നമ്മൾ അടക്കണം. ഈ 60,000 രൂപ നമ്മൾ അടച്ചു കഴിയുമ്പോൾ നമ്മൾ തന്നെ ഒരു മുദ്രപത്രം വാങ്ങിച്ചുകൊണ്ട് പോകണം. ഈ മുദ്രപത്രത്തിൽ അവർ പ്രോമിസറി നോട്ട് എന്നുള്ള രീതിയിൽ എഴുതി തരും. എന്നിട്ട് 500 രൂപ നമ്മൾ തന്നെ ഒരു വക്കീൽ ഫീസും കൊടുക്കണം. ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരു 10 ദിവസത്തിനുള്ളിലൊക്കെ നമുക്ക് വണ്ടി കിട്ടും. ഇതാണ് അവരുടെ പ്രചാരണം. അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യമാണ്, വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പില്ലേ, നമ്മുടെ കോർപ്പറേഷനിലും പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും ഒക്കെ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ്, ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ടിട്ട് കുറേ സാറുമാരും കൂടി ഇവരുടെ കൂടെ കൂടി അവരുടെ രാഷ്ട്രീയ ലാഭവും കൂടി അവരിതിൽ കണ്ട്. നമ്മളെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയാം? ഈ സാറ് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെട്ട് പോരുമായിരിക്കാം, നമുക്കറിയില്ല. ഈ സാധാരണക്കാരൻ്റെ പൈസ കിട്ടുമോ? ഈ പാവപ്പെട്ട സ്ത്രീകൾ അടച്ച പൈസ അവർക്ക് തിരിച്ച് കിട്ടുമോ? അതിനുവേണ്ടി അവരുടെ കേസുകൾക്ക് ബലം കിട്ടാൻ വേണ്ടി തീർച്ചയായിട്ടും പൊതുജനങ്ങളെല്ലാവരും ചേർന്ന് സംഘടനകളും ആക്ഷൻ കമ്മിറ്റിയും ആക്ഷൻ കൗൺസിലും ഒക്കെ ഉണ്ടാക്കി ഈ പാവപ്പെട്ട സ്ത്രീകളുടെ പൈസ തിരിച്ചു കിട്ടണം, അതിനുവേണ്ടി പ്രവർത്തിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ വേറൊരു സംഭവം കൂടിയുണ്ട്. ആളുകൾ പറയണത് പകുതി വിലക്ക് കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ലേ നിങ്ങൾ കൊണ്ടേ കാശ് കൊടുത്തത് എന്ന് പറഞ്ഞ് പല കമൻറ്റുകളും വന്നുണ്ട്. പകുതി വിലക്ക് സാധനം കിട്ടുമെന്ന് പറഞ്ഞാൽ ആരാ പോവാത്തത്? ഇപ്പം നമ്മുടെ സൂപ്പർ മാളുകളിലൊക്കെ 50% ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ പാതിരാത്രി വരെ തലക്കടിച്ച് പോകുന്നത് നമ്മൾ തന്നെയല്ലേ? എന്നിട്ട് പല മാളുകളിലും ഡേറ്റ് കഴിയാറായതാണെന്നൊക്കെ പറഞ്ഞ് പരാതികൾ. ഈ 50% ഓഫർ കഴിഞ്ഞാലും ഈ വിലക്ക് സാധനങ്ങൾ കിട്ടും എന്നാണ് പറയണത്. കാരണം വില കൂട്ടിയിട്ടിട്ട് കുറക്കാലോ. അങ്ങനെ ചതിയുടെയും വഞ്ചനയുടെയൊക്കെ ഈ നടുക്ക് നിന്ന് സത്യത്തിൽ നമുക്ക് മോചനമില്ല. നാളെ വേറൊരു ചതി വന്നാൽ തീർച്ചയായിട്ടും ഞാനും നിങ്ങളുമൊക്കെ അതിലും പോയിപ്പെടും. നമ്മളെ പറ്റിക്കാൻ പറ്റില്ല എന്നറിഞ്ഞുകൊണ്ടാണ് അവർ പുതിയ പുതിയ ചതിപ്രയോഗങ്ങൾ ഉണ്ടാക്കുന്നത്, പ്രോഗ്രാമുകൾ ചാർട്ട് ചെയ്യുന്നത്. അല്ലാതെ മലയാളീനെ എളുപ്പം പറ്റിക്കാതെന്ന് പറഞ്ഞൊന്നും ആരും ഒരു പ്രോഗ്രാം ചെയ്യണില്ല. മലയാളീനെ പറ്റിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഏത് രീതിയിൽ പറ്റിക്കാൻ പറ്റും? ചതിക്കാൻ പറ്റും.
ചതിയിലൂടെ പെടുത്തിയ കുറേ പാവങ്ങളുടെ കണ്ണീരിൻ്റെ വീഡിയോകൾ ഞാനും നിങ്ങളും കണ്ടതാണ് കഴിഞ്ഞ ദിവസം. അപ്പോൾ ഇന്നും കുറേ വീഡിയോകൾ വന്നിട്ടുണ്ട് ഈ ചതിയിൽപ്പെട്ട പ്രൊമോട്ടർമാരും കോർഡിനേറ്റർമാരൊക്കെ. ഇവർക്കൊക്കെ സത്യത്തിൽ നീതി കിട്ടിയാൽ മതിയായിരുന്നു അല്ലേ?